ഡാവിഞ്ചി റിസോൾവിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഫുള്ളായിട്ട് കാണണേ. ആദ്യം ഡാവിഞ്ചി റിസോൾവിൽ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ടൈം ലൈനിലേക്ക് ഇതുപോലെ ക്ലിപ്പ് വലിച്ചിടുക. ഞാനിവിടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഒരു വർക്ക് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്ലിപ്സ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേജിലാണ് കളർ ഗ്രേഡ് സാധാരണ ചെയ്യാറുള്ളത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നേരെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കളർ പേജ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇത് കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി ചെയ്ത കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോസ് ഒരുപാടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവും. എന്നാലും ഞാൻ ഇത് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ വലതുവശത്തായിട്ടുള്ള ഈ ഒരു നോഡിൻ്റെ സെക്ഷൻ കണ്ടോ, ഇതിനെയാണ് നോഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു നോഡിൻ്റെ ഏരിയയിൽ കാണുന്ന നോഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുൾ എഡിറ്റിംഗ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് കളർ ഗ്രേഡിംഗ് വർക്കുകൾ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. ഈ ഒരു നോഡ് ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നോഡ്സ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു നോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് ഓപ്പണായി വരും. ഓക്കെ, എന്നിട്ട് ഈ ഒരു നോഡിൻ്റെ സെക്ഷനിൽ ഇവിടെ മുകളിലായിട്ട് ക്ലിപ്പ് എന്ന് കാണാം. ഈ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടൈം ലൈൻ എന്നുണ്ട്, ക്ലിപ്പ് എന്നുണ്ട്. ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് പലർക്കും, ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ ഇതിൻ്റെ കാരണം ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ ആയിട്ട് ക്ലിപ്സ് എന്ന് കാണാം, കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെയായിട്ട് ടൈം ലൈൻ എനേബിൾ ആവും അല്ലേ. ഇത് എന്താണ് സംഭവം? നമ്മുടെ ടൈം ലൈനിൽ നമ്മൾ എത്ര വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടോ ആ വീഡിയോ ക്ലിപ്പുകളെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി കൊടുത്തേക്കും. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഇനി ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിപ്പിൻ്റെ അവിടെ നമ്മൾ ടൈം ലൈൻ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ? നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന എല്ലാ കളറും ഈ ടൈം ലൈനിൽ കിടക്കുന്ന എല്ലാ വീഡിയോസിലും അപ്ലൈ ആവും. അതേസമയം നമ്മളുടെ ക്ലിപ്പാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയ്ക്ക് മാത്രമേ അത് എഫക്റ്റ് ആവും, ബാക്കിയുള്ള ഒന്നിലും അത് അപ്ലൈ ആവില്ല. പക്ഷേ നമ്മൾ ടൈം ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ടൈം ലൈനിൽ കിടക്കുന്ന എല്ലാ വീഡിയോസിലും സെയിം കളർ വരും. അതെങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? നമ്മൾ ഒരേ സമയത്ത് ഒരേ ടെമ്പറേച്ചറും എല്ലാം ഒരേ രീതിയിലുള്ള, വേറെ ലൈറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരേ കണക്കത്തുള്ള സെയിം ക്ലിപ്പുകളാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ആ ടൈം ലൈൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും അത് അപ്ലൈ ആവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ ക്ലിപ്പ് തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങ് ഓഫ് ചെയ്തിരുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പം കുറച്ചുകൂടി ഇങ്ങനെ വലുതായിട്ട് ഈ ഒരു സ്ക്രീൻ നിറഞ്ഞു നിൽക്കും. ഇനി നമുക്ക് ഈ നോഡിൻ്റെ സെക്ഷനിലോട്ട് വരാം. ഇനി നോഡ് സെലക്ട് ചെയ്തിട്ട് Alt S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നോഡുകൾ ഇങ്ങനെ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഈ നോഡുകൾ എന്തിനാണ് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു ഒറ്റ നോഡിൽ ഇത് ക്രിയേറ്റ് ചെയ്താൽ പോരെ, അതായത് കളർ ഗ്രേഡ് മൊത്തം ചെയ്താൽ പോരെ എന്ന് ചോദിക്കാം. പക്ഷേ നമുക്ക് കുറേ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഫേസിൽ ലൈറ്റ് കൂട്ടുന്നു, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രസ്സിലെ കളർ ചേഞ്ച് ചെയ്യുന്നു. ഇതൊക്കെ ഒരൊറ്റ നോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ ഓരോന്നിലായിട്ടും ഫേസിനും, അതായത് ഇപ്പം ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേറൊന്ന്, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേറൊന്ന്, അങ്ങനെ ഓരോ നോഡും ഓരോന്നിനായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചേഞ്ചസ് പെട്ടെന്ന് വരുത്താൻ പറ്റും. ഒരു കൺഫ്യൂഷൻ ഒഴിവാകും, ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു വർക്ക് ഫ്ലോ അവിടെ ഉണ്ടാവും. മനസ്സിലായോ? അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് വെറൈറ്റി നോട്ട്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺഫ്യൂഷൻ അടിക്കുന്നതുകൊണ്ട് ഞാൻ അതിപ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. നമുക്ക് ഇത് മാത്രം ഒന്ന് നോക്കി പോവാം. എന്നിട്ട് ഇവിടെ നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോഡ് ലേബൽ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ നോഡിന് പേര് കൊടുക്കാം. മനസ്സിലായോ? ഞാനിവിടെ ഇതിന് നമുക്ക് കർവ് എന്ന് കൊടുക്കാം. ഞാൻ കർവ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഈ ഒരു നോഡിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കർവ് എന്ന് ഞാൻ പേര് കൊടുത്തു. ഈ ഫ്രണ്ടിലുള്ളതിന് നമുക്ക് വേണമെങ്കിൽ വേറെ, അങ്ങനെ എല്ലാത്തിനും ഓരോരോ പേരുകൾ കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ അതിനാണ് ഈ ഒരു നോഡ് ഫുള്ള് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് ക്ലിയർ ആയോ? ഇനി നമുക്ക് നേരെ കളർ ഗ്രേഡിലോട്ട് പോവാം. ആദ്യം ഞാൻ 3 നോഡ് ക്രിയേറ്റ് ചെയ്യാണ്. Alt S പ്രസ് ചെയ്യുന്നു, ഒരു 3 നോഡ് അഡീഷണൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ നോഡിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോഡ് ലേബലിൽ എന്ത് കൊടുക്കണം? ഞാൻ കർവ് എന്ന് കൊടുക്കുകയാണ്. ഞാൻ കർവ് എന്ന് കൊടുക്കുന്നതിൻ്റെ കാരണം പറഞ്ഞുതരാം. എന്തിനാണ് ഞാൻ ആദ്യത്തെ നോഡിന് ഈ കർവ് എന്ന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ നോക്കി, ഈ ഒരു വീഡിയോ ഫുള്ള് ഫ്ലാറ്റാണ്. അതായത് ഭയങ്കര പോപ്പപ്പ് ആയിട്ട് നല്ല ലൈറ്റിൽ നിൽക്കുന്നില്ല, ഒരു അണഞ്ഞ കളർ അല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അണഞ്ഞ് ഓഫായൊരു കളറിലാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. കുറച്ച് പോപ്പപ്പ് ആക്കി, അല്ലെങ്കിൽ ഒരു ഡെപ്ത് കൂട്ടാൻ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഷാഡോ വേണം, കുറച്ച് ലൈറ്റ് വേണം, ഇതിൻ്റെയൊക്കെ സെപ്പറേഷൻ വേണം. അത് വരുത്താനാണ് ഞാൻ ആദ്യത്തെ നോഡിൽ കർവ് ആഡ് ചെയ്തത്. പലപ്പോഴും എല്ലാവരും ചെയ്യുന്നത് വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യും, അതായത് അതിൻ്റെ വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ബാക്കി ചെയ്യുള്ളൂ. അത് ചെയ്യാം. എങ്ങനെയുള്ള വീഡിയോസിൽ
നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന വീഡിയോസിൽ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി കളറൊക്കെ അണഞ്ഞ് ഡിമ്മായിട്ടുള്ള ഇതിനകത്തെ വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ആദ്യം ടെമ്പറേച്ചറോ ഒന്നും വൈറ്റ് ബാലൻസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ആദ്യം നമ്മൾ അതിനെ ഒന്ന് പോപ്പപ്പ് ചെയ്ത് നല്ല രീതിയിൽ നോർമലാക്കി എടുക്കാൻ നോക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ടെമ്പറേച്ചർ ആയാലും എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവൂ. മനസ്സിലായോ? ഇത് നമ്മൾ ഈ ഒരു ആദ്യത്തെ നോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കർവ് ടൂൾ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ലൈൻ കണ്ടോ, ഇതിൻ്റെ താഴത്തെ ഭാഗം എന്താണ്? ഷാഡോ ഏരിയ ആണ്. മുകളിൽ ഹൈലൈറ്റ്, ഈ നടുക്കാണ് മിഡ് ടോൺ ഏരിയ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അതിൻ്റെ ഡെപ്ത് കൂട്ടാനായിട്ട് ഈ ഒരു പോയിന്റിനെ പിടിച്ച് നമ്മൾ വലതോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഡാർക്കായി വരുന്ന കാണാം. ഇപ്പം നിങ്ങളത് കണ്ട് പേടിക്കണ്ട, നമുക്കത് ശരിയാക്കി എടുക്കാം. കുറച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഈ ഒരു മിഡ് ടോൺ ഏരിയ എന്ന് പറയും, ഈ ഒരു സെൻറ്റർ ഏരിയയിൽ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ആ ഒരു പോയിന്റിനെ നമ്മൾ മുകളിലേക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹൈലൈറ്റ് കൂടുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിനെ പതുക്കെ താഴോട്ടാക്കുക. മനസ്സിലായോ? ഇങ്ങനെ താഴോട്ടാക്കുക. അപ്പോൾ ഹൈലൈറ്റ് അത് കുറഞ്ഞു വരും. മനസ്സിലായോ? ഹൈലൈറ്റ് വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല. ഇപ്പം നമുക്ക് കുഴപ്പമില്ല. ശകലം ഒന്ന് സെൻറ്റർ തന്നെ നമുക്ക് അപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഹൈലൈറ്റ് അധികമായിട്ട് തോന്നിയാൽ ഈ ഒരു മുകൾ ഭാഗത്ത് വന്നിട്ട് ഈ ഒരു പോയിന്റിനെ പിടിച്ച് പതുക്കെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഹൈലൈറ്റ് കട്ടായി പോകുന്ന കാണാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ശകലം ഒന്ന് ഹൈലൈറ്റും കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു സംഭവം ചെയ്തു. നമുക്കിതിൻ്റെ ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കിയാലോ? അത് നോക്കാനായിട്ട് നമുക്ക് രണ്ട് വഴിയുണ്ട്. നമ്മളൊന്ന് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു കളർ മൊത്തത്തിൽ ഓഫ് ആവും. ഇതെന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. കണ്ടോ, ഇത് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ഇത്രയും നേരം ചെയ്ത എല്ലാ കളറും അങ്ങ് ഓഫായി പോകും. നമ്മൾ ഇനി ഒന്നുകൂടി ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു കളർ എനേബിൾ ആയിട്ടുണ്ടാവും. കണ്ടോ? അപ്പോൾ ഒന്നീ ഷിഫ്റ്റ് ഡി ഞെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താലും ഓണും ഓഫും ആക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ലൈൻ കണ്ടോ, ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഇൻ ലൈൻ കണ്ടോ, ഈ ഒരു ലൈനിൻ്റെ ഇവിടെ ഗ്രീനിൻ്റെ ഇവിടെ വന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. മൊത്തത്തിലുള്ള കണക്ഷനും കട്ടാവും. മനസ്സിലായോ? കണ്ടോ? ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ബിഫോർ നോക്കി നിങ്ങൾ ജസ്റ്റ് നമ്മളൊരു കർവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആ വീഡിയോ ഒന്ന് നല്ല പോപ്പപ്പ് ആക്കി എടുത്തിട്ടുണ്ട്, അല്ലെ? നല്ലൊരു സെപ്പറേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ നോഡിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോഡ് ലേബൽ ബാൾ എന്ന് കൊടുക്കാം, അതായത് ബാലൻസിൻ്റെ ബാൾ. ഓക്കെ, ഇനി നമ്മൾ ഇതിലാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമില്ല, എന്നാലും ചെറിയ രീതിയിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ സ്കൈ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു മഞ്ഞ, ഒരു കുഞ്ഞു മഞ്ഞ അവിടെ കയറി കിടപ്പുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ സിമ്പിളായിട്ട് വേണമെങ്കിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഫ്സെറ്റ് ഉണ്ടാവും. ഈ ഒരു ഓഫ്സെറ്റിൽ ജസ്റ്റ് നമുക്കിപ്പോൾ ബ്ലൂ ആണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഓൾറെഡി യെല്ലോ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ബ്ലൂവിൻ്റെ ഏരിയയിലേക്ക് പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ടെമ്പറേച്ചറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ, കാരണം ടെമ്പറേച്ചറിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലതോട്ട് മഞ്ഞ, തിരിച്ച് ലെഫ്റ്റിലോട്ട് എന്താണ്? നീല. അപ്പോൾ നമ്മൾ നീലയിലോട്ട് ശകലം ഒന്നിങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ കട്ടാവുന്ന കാണാം. ഇനി നമുക്കൊന്ന് ഓണാക്കി ഓഫാക്കി നോക്കിയാലോ? ഈ ഒരു നോഡ് മാത്രം ഓണാക്കി ഓഫാക്കി നോക്കാനായിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു നോഡ് മാത്രമായിട്ട് ഓഫാവും. കണ്ടോ ആ മഞ്ഞ മാറിയതുണ്ടോ നിങ്ങൾ? ഓക്കെ, ഇപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഇനി അടുത്ത മൂന്നാമത്തെ നോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു വീഡിയോയിൽ ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ അയാളുടെ സ്കിൻ ടോൺ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. അതെങ്ങനെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ കാണും. അവിടെ കയറി കണ്ടു കഴിഞ്ഞാൽ സ്കിൻ ടോൺ മാത്രമായിട്ടുള്ളൊരു വീഡിയോ കിട്ടും കേട്ടോ. നമുക്കിവിടെ ലേബൽ കൊടുക്കാം. എന്താണ്? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ലേബൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് സ്കിൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ സ്കിൻ ടോൺ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി സ്കിൻ ടോൺ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ക്വാളിഫയർ ടൂൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്വാളിഫയർ എന്നുണ്ടാവും. ആ ഒരു ടൂൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് സൂം ചെയ്ത് വയ്ക്കുക. എന്നിട്ട് സ്കിൻ ടോൺ ഉള്ള ഏരിയയിൽ നിന്നും ഒന്ന് പിക്ക് ചെയ്യുക, കളർ പിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മാറ്റം ഇവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ മുകളിലായിട്ട് ഇവിടെ ഹൈലൈറ്റ് എന്ന് കാണും, ഇതിൽ ക്ലിക്ക് ചെയ്താലും മതി കേട്ടോ. ഇവിടെ ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രം കാണാം. അപ്പോൾ സ്കിൻ പൂർണ്ണമായിട്ട് സെലക്ട് ആയിട്ടില്ല. അപ്പം സ്കിന്നിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൊന്ന് ഇങ്ങനെ ആ ഒരു പോയിന്റ് കൊണ്ട് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ ഓടിച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ സെലക്റ്റായി വരുന്നത് കാണാം.
ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്കിൻ കറക്റ്റായിട്ട് സെലക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സാച്ചുറേഷൻ ആൻഡ് ലൂമിനൻസ് ഉണ്ടാവും. അതിങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൻ കറക്റ്റ് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്കിൻ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ വലതുവശത്ത് വന്ന് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക ഒരു സെലക്ഷൻ ഇവിടെ കിട്ടും. അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് ടൈം പോകും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നോക്കേണ്ടത് ഇവിടെ ബ്ലർ റേഡിയസ് എന്ന് കാണും. അത് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് വരും. ഈ എഡ്ജസിലൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇത് വരും. കണ്ടോ, ഒരു സോഫ്റ്റ്നെസ് ഒന്നും വേണ്ട. അത് വരുത്തുക. വന്നില്ല എന്നുണ്ടെങ്കിൽ കളർ അത് മാത്രമായിട്ട് ചേഞ്ച് ആയി പോവും. നല്ല വ്യത്യാസം വരും കേട്ടോ. നമ്മളിൽ ഫെദർ കൊടുക്കില്ലേ, ആ ഒരു പരിപാടി തന്നെയാണ്. ഓക്കെ, ശകലം ഒന്ന് ഇത് ചെയ്തു കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വലതുവശത്ത് താഴെയായിട്ട് സ്കോപ്പുകൾ കാണാം. അവിടെ വെക്ടർ സ്കോപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിവിടെ ഈ ഒരു ഭാഗത്ത് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയി വലുതായിട്ട് വരും. വലുതായിട്ട് വന്നിട്ട് ഇവിടെ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു വൈറ്റ് ലൈനാണ് പെർഫെക്റ്റ് സ്കിൻ ടോൺ. അപ്പം നമ്മൾ ഈ കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മളിവിടെ സെലക്ട് ചെയ്ത ആ ഒരു കളറ് ഇതിലേക്ക് വരണം. ഈ ലൈനിൽ പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും, പെർഫെക്റ്റ് സ്കിൻ ടോൺ ആവും. ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു കുഞ്ഞു വ്യത്യാസമുള്ളൂ കേട്ടോ. ശകലം റെഡിലോട്ടും മജന്തയിലോട്ടും അങ്ങോട്ട് ആ ഒരു ഏരിയയിലോട്ടൊരു പുഷ് കിടപ്പുണ്ട്. നമുക്ക് തിരിച്ചതിനെ ഇങ്ങോട്ട് സെൻറ്ററിലോട്ട് കൊണ്ടുവരണം. അപ്പം നമുക്ക് ഇതിനി മഞ്ഞയുടെയും ഈ ഗ്രീൻ്റെ ഏരിയയിലോട്ട് പതുക്കെ ഒന്ന് ഷിഫ്റ്റ് ആവണം. അതിനായിട്ട് ഇവിടെ HDR കളർ വീൽസ് ഉണ്ടാവും. ഇവിടെ ആ ഒരു HDR കളർ വീൽസ് എടുക്കുക. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ എന്നുണ്ടാവും. ഈ ഗ്ലോബലിൽ നമ്മൾ ഏത് ഭാഗത്തോട്ടാണോ ആ ഒരു കളർ ചേഞ്ച് ആവേണ്ടത് അങ്ങോട്ട് ഈ ഒരു പോയിന്റ്, സെൻറ്റർ പോയിന്റിനെ നീക്കുക. ഇവിടെ റെഡ് മജന്തയിലാണ് നിൽക്കുന്നത്. നമുക്കതിനെ യെല്ലോ ഗ്രീൻ ഈ ഒരു ഏരിയയിലോട്ട് പതുക്കെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പം ഈ ഒരു കളർ വീലിൽ നോക്കുക, അവിടെ റെഡും നമ്മുടെ മജന്തയൊക്കെ നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. കണ്ടോ. അപ്പോൾ അവിടെ നിന്നും തിരിച്ചിങ്ങോട്ട് യെല്ലോ ഗ്രീൻ ഏരിയയിലോട്ട് പുഷ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിന്റ് ഞെക്കിയിട്ട് പതുക്കെ ഒന്ന് വലിക്കുക. വലിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഗ്രാഫ് നോക്കിക്കോളുക. ഗ്രാഫിലോട്ട് ആ ഒരു സെൻട്രൽ ലൈനിലോട്ട് അത് കയറുന്ന കാണാൻ പറ്റും. കണ്ടോ. ഇപ്പോൾ സെൻട്രൽ ലൈനിൽ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ലൈറ്റിനെ ഇതിലോട്ട് കൊണ്ടുവന്നു, ഈ ഒരു സെൻട്രൽ ലൈനിലോട്ട് കൊണ്ടുവന്നു. ഇനി നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാമേ. എന്നിട്ട് ഹൈലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യാം. കണ്ടോ, അപ്പം നമ്മൾ സ്കിൻ ടോൺ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് മാത്രം ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ കുറച്ച് സൂം ചെയ്യാം. വീഡിയോ കുറച്ച് ക്വാളിറ്റി കുറവാണ് കേട്ടോ. കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ക്വാളിറ്റി വേണം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടോ, ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ സൂം ചെയ്ത് നോക്കിയല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിന്റിൻ്റെ സെൻറ്ററിൽ സ്ക്രോളിംഗ് ബട്ടൺ ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്താൽ സൂം ആവും. തിരിച്ച് ഒറ്റയടിക്ക് തിരിച്ച് അങ്ങോട്ട് പ്ലേസിൽ പോയി ഇരിക്കാനായിട്ട് Z പ്രസ് ചെയ്താൽ ഒറ്റയടിക്ക് തിരിച്ച് ബാക്ക് പോയിക്കോളും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ഈ നോഡ് ഇങ്ങനെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിനെന്തിനാണ് നെയിം കൊടുക്കുന്നതെന്നും മനസ്സിലായല്ലോ. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഈ ഒരു നോഡിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും, അതായത് ഇതിനൊരു ഓവറോൾ ലുക്ക് കൊണ്ടുവരണം. ഇപ്പം വീഡിയോ പെർഫെക്റ്റ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫാക്കി ഓണാക്കി നോക്കിയാലോ. ഇതിവിടെ മുകളിൽ വരുന്നു, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് അവസാനത്തെ നോഡില്ലേ, ഇതിൽ നമ്മൾ ഒരു ലുക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിന് ഓവറോൾ ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു കളർ ഗ്രേഡ് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ലറ്റ്സ് ഉപയോഗിക്കാം അല്ലേ. ഓൾറെഡി നമ്മൾ ലറ്റ്സ് ഉണ്ടെങ്കിൽ അത് ലറ്റ്സ് ഉപയോഗിക്കാം. ലറ്റ്സ് നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലറ്റ്സുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അവിടെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ലറ്റ്സ് അപ്ലൈ ചെയ്യേണ്ട. ഇപ്പോൾ ഓവറോൾ ഓക്കെ ആണ് ഒരു വീഡിയോ. നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഗ്രേഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ കണ്ടോ, ഈ ഒരു ഗ്രീനിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്കിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കളർ വാപ്പർ എന്നൊരു ടൂള് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഈ ആദ്യം കാണുന്ന ടൂളിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ, ഇവിടെ ടൂൾസിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്രീൻ്റെ ഏരിയയിൽ വന്നിട്ട് മൗസ് പോയിന്റ് കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ താഴെ ആ ഒരു കളർ വാപ്പറിൻ്റെ ആ ഒരു RGB കളർ കണ്ടോ നിങ്ങൾ, അതിൽ ഇതെവിടെയാണ് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു കളറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ടാവും കണ്ടോ. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ ആ ഒരു കളർ മാത്രമായിട്ട് മാറുന്ന കാണാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ അതിലോട്ട് ഇങ്ങനെ ഈ ഒരു ഗ്രീൻ്റെ ഏരിയയിലോട്ടൊന്ന് ചെറിയൊരു പുഷ് കൊടുക്കുകയാണേ. ശക്കലം പുഷ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കളറും കൂടി അങ്ങനെ കൊണ്ടുവരാം. അവിടെയും ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു പോയിന്റ് ഇടുന്നു.
എന്നിട്ട് അതും കൂടി നമ്മൾ ഈ ഒരു ഗ്രീൻ്റെ ഏരിയയോട് ശകലം, ഒരുപാട് പിടിക്കരുത്, വൃത്തികേടാവും, നോക്കി ചെയ്യണം കേട്ടോ. പതുക്കെ ഒന്ന് അങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഗ്രീൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മളവിടെ ചെയ്തത്. ഒന്ന് സൂം ചെയ്ത് നോക്കിക്കോ. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഡ്രസ്സിലെ കളറുകളൊക്കെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ലൈറ്റ് കൂട്ടാം, അതായത് സാച്ചുറേഷൻ കൂട്ടാം, എന്തുകൊണ്ടും ചെയ്യാം കേട്ടോ. അപ്പോഴൊക്കെ വേണമെങ്കിൽ പുതിയ പുതിയ നോഡുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് നോഡ് കൊടുക്കാം. ഇപ്പോൾ ഡ്രസ്സിനൊരു നോഡ്, അതുപോലെ ഇപ്പോൾ ഈ ഫ്ലോർ തറ ചെയ്തില്ല, ആ ഒരു തറയിലുള്ള ഗ്രീനിന് അതിനൊരു നോഡ്, അങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ആഫ്റ്റർ ബിഫോർ ഒന്നുകൂടെ നോക്കാം. കണ്ടോ, ഇതായിരുന്നു വീഡിയോ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും ചെയ്ത് അതിനെ സെറ്റാക്കിയെടുത്തു. നമുക്കിതൊന്ന് എല്ലാം ഒന്ന് ഓഫ് ചെയ്യാം ആദ്യം. ഓക്കെ, ഇവിടെ സ്കിൻ ടോൺ ഓഫ് ആയിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ സ്കിൻ ടോൺ ഓഫ് ആയിരുന്നു, തിരിച്ച് ഓണാക്കാൻ ഞാൻ മറന്നുപോയി. ഓക്കെ ഫൈൻ, നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇതൊന്ന് ഓണാക്കി നോക്കാം. ആദ്യം നമ്മൾ കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെയാക്കി, അതിനുശേഷം ചെറിയൊരു വൈറ്റ് ബാലൻസ് കൊടുത്തു, ഇങ്ങനെയാക്കി. അതിനുശേഷം നമ്മൾ സ്കിൻ ടോൺ ചെറിയ രീതിയിൽ ചേഞ്ച് വരുത്തേണ്ടി വന്നു. അതിനുശേഷം ലാസ്റ്റ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് പോലെ അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് പോലെ നമ്മൾ ചെറിയൊരു കളർ ഗ്രേഡ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഒന്നുകൂടി ഓണും ഓഫും ആക്കി കാണിച്ചു തരാം. കണ്ടോ? ഓക്കെ, ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ടൂൾസുകൾ ഒരുപാട് ഇവിടെ പഠിക്കാനുണ്ട്. ഈ കാണുന്ന HDR കളർ വീൽസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു HDR കളർ വീൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ HDR കളർ വീൽസ് എത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്തൊരു കളർ ഗ്രേഡിൽ ഉപയോഗിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ലൈക്ക് അടിക്കാൻ മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ മുമ്പോട്ട് റീച്ച് ആവത്തുള്ളൂ. ഈ ഒരു ചാനലിനെ കൂടുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മെമ്പർഷിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.